ഹലോ നമസ്കാരം, ഞാൻ സജിന റജി. സജിനഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് പുതിയ തലമുറയിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ചെടിയെപ്പറ്റിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് കൂട്ടുകാരെ, ഇതാണ് പുതിയ തലമുറയിൽ നിന്നും അന്യമായി പോയിട്ടുള്ള തുവരച്ചെടിയെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ തുവരച്ചെടി. കണ്ടോ, നേരത്തെ ഈ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അന്നേരം എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് ആണ് എടുക്കാൻ പറ്റാതായിപ്പോയത്. ഈ തുവരച്ചെടിയുടെ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് അതിൻ്റെ പൂക്കൾ. നോക്കിയ മഞ്ഞ കളറിലുള്ള പൂവാണ് ഈ തുവരച്ചെടിക്കുള്ളത്. പരിചരണവും വേണ്ടാത്ത ഒരു ചെടിയാണ് ഈ തുവരച്ചെടി എന്ന് പറയുന്നത്. ഇത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ തുവരച്ചെടിയിൽ. അതുപോലെ തന്നെ ഇതിന് വളരെ കെയറിങ് കുറവ് മതി. രോഗബാധകളൊന്നും അധികം പിടിക്കാത്ത ഒരു ചെടിയാണ് ഈ തുവരച്ചെടി. പണ്ടത്തെ തലമുറകളിലൊക്കെ ധാരാളം വീടുകളിലെ പറമ്പുകളിലൊക്കെ ഇത് നട്ടിരുന്ന ഒന്നാണ് ഈ തുവരച്ചെടി. ഇപ്പം പുതിയ തലമുറകളുടെ വീടുകളിലൊന്നും ഈ തുവരച്ചെടി കാണുവാനേ ഇല്ല. ഇത് എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ചെറുപ്പം മുതലേ ഇത് കണ്ടുവരുന്ന ഒരു ചെടിയാണ് തുവരച്ചെടി. അപ്പം ഇത് പച്ചയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ പച്ചയ്ക്ക് നിൽക്കണ്ട, ഈ പച്ചയായിരിക്കുമ്പോൾ തന്നെ ഇതിനെ നമുക്ക് പൊളിച്ച് നമുക്ക് ഇത് തോരൻ വെക്കാനും, അതുപോലെ തന്നെ ഞാൻ കാണിക്കാൻ പറിച്ചത് ഇതിനകത്ത് അരി കാണിക്കാമേ. കണ്ടോ, പയറുമണി പോലുള്ള മണികളാണ് ഇതിനുള്ളത്. ഇത് തോരൻ വെക്കാനും മപ്പാസ് വെക്കാനും ഏറ്റവും നല്ല ഒന്നാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വറുത്തെടുക്കാൻ, ഈ പച്ചയ്ക്ക് തന്നെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇതിന്. തോരൻ വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. ഒരു അരുചിയോ ഒന്നുമില്ലാത്ത ചെടിയാണ് തുവരച്ചെടി എന്ന് പറയുന്നത്. ഈ ഉണങ്ങിയ ഈ തുവരക്കായാണെങ്കിൽ ഇതുപോലെ പൊളിച്ചെടുത്ത് നമുക്ക് സാമ്പാർ പരിപ്പായിട്ടാണ് ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ പിളർത്തിയെടുത്ത് സാമ്പാറിനൊക്കെ ഏറ്റവും നല്ല ഒന്നാണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കര വേവുള്ള ഒന്നാണ് കേട്ടോ. നോക്കിയേ, ഇതുപോലെ കണ്ടോ കണ്ടോ, ഇത് പച്ചയ്ക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എൻ്റെ ചെറിയ ഇതിൻ്റെ ഒരു വിളവെടുപ്പ് കാണിക്കാമേ. നമ്മൾ പറിച്ചെടുക്കുവാണ്. നേരത്തെ പറിച്ചത് ഇതുണ്ട്. പിടിച്ചമേ, ഇത് എവിടെയെങ്കിലും ഇതിൻ്റെ തൈകളോ എല്ലാം കിട്ടുവാണെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ മറക്കരുതായിരുന്നു. ഇത് നമുക്ക് ഇത് ഒത്തിരി ഉണങ്ങി കഴിയുമ്പോൾ ഇത് തന്നെ അങ്ങ് പൊട്ടി വീഴും. പൊട്ടി വീണാൽ നമുക്ക് ഇത് തന്നെ കിളിച്ച് വന്നോളും. ഇതിൻ്റെ കമ്പ് കോതിക്കൊടുത്താൽ പിന്നീട് ഇത് പൊട്ടി മുളച്ച് വരുന്നതായിരിക്കും. ഇത് ക്ഷീരങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ. ഇതൊരു 2 വർഷം ഒക്കെ നമുക്ക് ഇത് നിൽക്കുമേ. പിന്നെ അത് ഉണങ്ങിപ്പോവും. ഒരു കുറ്റിച്ചെടിയാണ് ഇത്. പച്ചയ്ക്ക് തോരൻ വെച്ച് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് പൊളിച്ചെടുത്തിട്ട് തോരൻ വെക്കത്തില്ലേ, അതുപോലെ നല്ല ടേസ്റ്റല്ല. നല്ല കൊലകൊലയായിട്ടുണ്ടാകുന്ന ഒന്നാണ് കേട്ടോ. അപ്പോഴേ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇത്രയും തുവരയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനിയും അടുത്ത ജോലി എന്ന് പറഞ്ഞത് പൊളിച്ചെടുക്കുക എന്നുള്ളൊരു ജോലിയാണ്. പൊളിച്ചെടുത്ത് എന്തോ ഇച്ചിരിയേ ഉള്ളൂ. ഇത്രയും തുവരയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.